അമ്മ പറഞ്ഞ ഭാഗത്തേക്ക് അഭിയും നോക്കി. പോലീസ് ജീപ്പ് കണ്ടതും അവളൊന്ന് പരിഭ്രമിച്ചെങ്കിലും നേരത്തെ കേശവേട്ടൻ പറഞ്ഞ ഓർമ്മയിൽ ചന്തു പോലീസാണെന്ന് അവൾക്ക് മനസ്സിലായി. പോലീസ് ജീപ്പ് നേരെ തറവാടിന്റെ മുറ്റത്തേക്ക് വന്നു നിന്നു. അതിൽ നിന്ന് ഇറങ്ങി വരുന്നവനെ അഭി നോക്കി കാണുകയായിരുന്നു. നേരത്തെ താൻ കാണാൻ ആഗ്രഹിച്ച മുഖം. അപ്പോൾ നേരത്തെ വീടിന് മുന്നിൽ നിന്ന് സംസാരിച്ചിരുന്നത് ഭാമേച്ചിയും ഇദ്ദേഹവുമാണെന്ന് അവൾ മനസ്സിലാക്കി. ഹലോ അഭിനയ. സോറി അഭി. ചെറു പുഞ്ചിരിയോടെ കാക്കി വേഷത്തിൽ അവളുടെ മുന്നിൽ നിന്ന് അവൾക്ക് നേരെ അവൻ ഷേക്ക് ഹാൻഡിനായി കൈനീട്ടി. അവൾ ഒന്ന് പതറിയെങ്കിലും തൻ്റെ അടുത്ത് നിൽക്കുന്ന ഭാമയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ്റെ കൈകളിലേക്ക് കൈകൾ കോർത്ത് ഹാൻഡ് ചെയ്തു. ഞാൻ ചന്തുനാഥ്. എല്ലാവരും ചന്തു എന്ന് വിളിക്കും. എല്ലാവരും എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവർ മാത്രം. അഭിക്കും അങ്ങനെ തന്നെ വിളിക്കാം. അഭി മാരീഡ് ആണോ? പ്രതീക്ഷിക്കാതെ അവൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതും അവൾ ഒന്ന് വിരണ്ടു. അവളുടെ കൃഷ്ണമണികൾ പോലും പല വശത്തേക്കും ചലിച്ചു. ഒപ്പം അവൻ്റെ കൈകളിൽ നിന്നും തൻ്റെ കൈകൾ പതിയെ പുറകോട്ടേക്ക് വലിച്ചു പെണ്ണു. എന്തു പറയും? സത്യം പറയണോ? വേണ്ടയോ? അല്ലെങ്കിലും എൻ്റെ കല്യാണം കഴിഞ്ഞുവോ? ഇല്ലല്ലോ. ഒരുപാട് ചോദ്യം അവളുടെ മനസ്സിലേക്ക് വന്നതും എന്തു പറയണമെന്നറിയാതെ അവൾ ആകെ ശങ്കിച്ചു. ഹലോ. എന്തു പറയണമെന്നറിയാതെ നിൽക്കുന്നവളെ പോലീസ് കണ്ണോടെ ചന്തു മൊത്തത്തിലൊന്ന് നോക്കി. അവളുടെ കണ്ണുകളിലെ പിടപ്പും പരിങ്ങലുമൊക്കെ അവൻ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കി. ചിന്തയോടെ നിൽക്കുന്നവളെ അവൻ വീണ്ടും വിളിക്കാൻ പോയതും അല്ല, ഞാൻ മാരീഡ് അല്ല. ധൈര്യം സംഭരിച്ചു താൻ ആഗ്രഹിക്കുന്നത് എന്തോ അവൾ അവനോട് പറഞ്ഞു. അപ്പോൾ വിശദമായി പരിചയപ്പെടാം. എനിക്ക് അത്യാവശ്യമായി ഓഫീസിൽ പോകാനുണ്ട്. മാമി, ഞാൻ പോകുന്നു. ഭാമയോടും കൂടി പറഞ്ഞുകൊണ്ട് ചന്തു ഒരിക്കൽ കൂടി അഭിയെ നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോയി. ഞങ്ങൾക്ക് മക്കളില്ലാത്തതുകൊണ്ട് അവനിപ്പോൾ ഞങ്ങൾക്ക് മകനെ പോലെയാണ്. ഒറ്റപ്പെടലിൽ നിന്നും അവൻ വന്നപ്പോഴാണ് ഒരാശ്വാസം കിട്ടിയത്. ജീപ്പും കൊണ്ട് ചീറിപ്പാഞ്ഞു പോകുന്നവനെ നോക്കിക്കൊണ്ട് ഭാമ സ്നേഹത്തോടെ പറഞ്ഞു. ഭാമയിലെ അമ്മ മനസ്സ് ഭാമയുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും മനസ്സിലാകുന്നുണ്ട് അഭിക്ക്. അവൾ പുഞ്ചിരിയോടെ തന്നെ ഭാമയുടെ ഓരോ വാക്കുകളും കേട്ടു. വാ, അകത്തേക്ക് പോകാം. ഭാമ അഭിയെയും കൂട്ടി അകത്തേക്ക് പോയി വാതിൽ കൊട്ടിയടച്ചു. മോൾക്ക് വീട് മാറി കിടന്നിട്ട് ഉറക്കം വരുന്നില്ലല്ലേ? കിടന്നിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നവളെ നോക്കിക്കൊണ്ട് ഭാമ പതിയെ ചോദിച്ചു. ഞാൻ ഉച്ചയ്ക്ക് ഒരുപാട് നേരം ഉറങ്ങിയിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പറയുന്നതിനോടൊപ്പം അവൾ കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റിരുന്നു. വെറുതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് സംസാരിച്ചിരിക്കാം എന്ന് കരുതി സംസാരത്തിന് തുടക്കമിട്ടു ഭാമ. ഞാൻ അച്ചുവേട്ടൻ പോകുമ്പോഴേ പോകൂ. മോളുടെ കല്യാണമൊന്നും ഉറപ്പിച്ചിട്ടില്ലല്ലോ. അങ്ങനെ വല്ലതും നോക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പോഴൊന്നും എനിക്ക് കല്യാണം വേണ്ടെന്നാ. പഠിത്തം കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അവളുടെ മനസ്സ് എന്താണോ അത് തന്നെ ഭാമയുടെ മുന്നിൽ അവൾ തുറന്നു കാട്ടി. ഞങ്ങൾ ചന്തുവിന് പെണ്ണിനെ നോക്കുന്നുണ്ട്. മോളെ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം. മോളും ചന്തുവും തമ്മിൽ നല്ല മാച്ചായിരിക്കും. മോൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ മോളുടെ വീട്ടുകാരുമായി സംസാരിക്കാം. അഭിയെ ഒറ്റ നോട്ടത്തിൽ ഭാമയ്ക്ക് നല്ലതുപോലെ ബോധിച്ചിരുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കല്യാണ ആലോചന വരെ എത്തിയിരിക്കുന്നത്. അയ്യോ ചേച്ചി, എനിക്കിപ്പോൾ അതിനൊന്നും താല്പര്യമില്ല. അവൾ ഭാമ പറഞ്ഞതും ഉടനെ എതിർത്തിരുന്നു. അഭി മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് ഇപ്പോൾ ഭാമ പറഞ്ഞത്. അതിൻ്റെ പകപ്പ് നല്ലതുപോലെ അഭിക്കുണ്ട്. മോൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞെന്നേ ഉള്ളൂ. നിറഞ്ഞ പുഞ്ചിരിയോടെ തന്നെ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് ഭാമ പറഞ്ഞു. ഒരു വേള ഭാമയുടെ സ്നേഹവും സംസാരവും രീതികളും നല്ലതുപോലെ ബോധിച്ചിരുന്നു അഭിക്ക്. എന്തെന്നാൽ മനസ്സിലുള്ളത് തുറന്നു ചോദിക്കുന്ന പ്രകൃതമാണ് ഭാമയ്ക്ക് എന്ന് കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവൾ മനസ്സിലാക്കിയിരുന്നു. മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ മാത്രം. പറയുമ്പോൾ ഒരു വേള അവളുടെ അമ്മയുടെ ഓർമ്മകളിലേക്ക് അവൾ കടന്നിരുന്നു. ഇനി വെറും 3 മാസം കൂടി തൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്തുവാൻ. അപ്പോൾ അച്ഛൻ? എനിക്കറിയില്ല. ഞാൻ അമ്മയോട് ചോദിക്കാനും പോയിട്ടില്ല. അച്ഛനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾക്ക് ആ വിഷയത്തോട് താല്പര്യമില്ലാത്തതുപോലെയായി. മോളുടെ അമ്മയുടെ പേരെന്ത്? അച്ഛൻ ആരാണെന്ന് അറിയില്ലെന്ന് അഭി പറഞ്ഞതും ഭാമയുടെ സംശയങ്ങൾ മറ്റു തലങ്ങളിലേക്ക് പോവുകയാണ്. എന്തെന്നാൽ അഭിയുടെ മുഖഛായയും തൻ്റെ പഴയ കളിക്കൂട്ടുകാരുടെ മുഖവും ഒരുപോലെയാണെന്ന് ഇപ്പോഴാണ് ഭാമ ഓർക്കുന്നത് തന്നെ. സാവിത്രി. അമ്മയുടെ പേര് പറഞ്ഞു കഴിഞ്ഞതും താൻ ഉദ്ദേശിച്ച ആളല്ലെന്ന് ഭാമയ്ക്ക് മനസ്സിലായി. രാജമാമയ്ക്ക് ഭാര്യയും മക്കളും ഒന്നുമില്ലേ? ഇത്ര നേരം സംസാരിച്ച് അടുത്തിടപഴകിയത് കൊണ്ട് എന്തും തുറന്നു ചോദിക്കാനുള്ള മനസ്സ് അഭിക്ക് ഉണ്ടായി. ഇതുവരെ ആരുടെ കാര്യവും അന്വേഷിച്ചിട്ടില്ല. പക്ഷേ ഇത്രയും വലിയ വീടും സ്വത്തുക്കളൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ ഒരാളുമില്ലെന്ന് കണ്ടപ്പോൾ തോന്നിയ സംശയമാണ് അഭി ഭാമയോട് ചോദിച്ചത്. രാജേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല. അതെന്താ? ഉടനെ അഭിയുടെ ഭാഗത്തു നിന്ന് ചോദ്യം വന്നു. അദ്ദേഹത്തിന് ഒരു പ്രണയമുണ്ടായിരുന്നു.
എൻ്റെ കളിക്കൂട്ടുകാരിയായിരുന്നു ആ പ്രണയിനി. പ്രണയം എന്ന് പറഞ്ഞാൽ അസ്ഥിക്ക് പിടിച്ച പ്രണയം. ഇവിടുത്തെ കാര്യസ്ഥൻ്റെ മകളായിരുന്നു. അവരുടെ പ്രണയം മറ്റു തലങ്ങളിലേക്കും വളർന്നു. അങ്ങനെയിരിക്കെ അവളുടെ വയറ്റിൽ രാജേട്ടൻ്റെ കുഞ്ഞു വളരുന്നത് രാജേട്ടൻ്റെ അച്ഛനും അമ്മയും അറിയാനിടയായി. തൽക്ഷണം കാര്യസ്ഥനെ വിളിപ്പിച്ചു പണവും നൽകി അവരെ രണ്ടുപേരെയും ഈ നാട് കടത്തുകയായിരുന്നു. രാജേട്ടൻ എത്ര എതിർത്തിട്ടും രാജേട്ടൻ്റെ അച്ഛൻ കേട്ടില്ല. അന്ന് അജുമോന് 8 വയസ്സാണെന്ന് തോന്നുന്നു. ഹർഷനും ആ പ്രായമാകാനാണ് സാധ്യത. അന്ന് എൻ്റെയും ഏട്ടൻ്റെയും കല്യാണം കഴിഞ്ഞ് 1 വർഷം തികയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ എൻ്റെ അടുത്ത് വന്നതും എൻ്റെ കൈകൾ പിടിച്ച് അവളുടെ വയറിൽ തൊടിയിപ്പിച്ചതും രാജേട്ടനോട് പറയണമെന്ന് പറഞ്ഞതുമെല്ലാം. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് ഇപ്പോഴും എൻ്റെ കൺമുന്നിലുണ്ട്. ഇപ്പോൾ എവിടെയുണ്ട് എന്ന് പോലും അറിയില്ല. രാജേട്ടൻ ഒരുപാട് അന്വേഷിച്ചു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ടെന്ന്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ പ്രണയമുണ്ട്. അങ്ങനെ ഒരാൾ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കുമോ? അപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുപോലും ഉറപ്പില്ലാത്ത ഒരാൾക്ക് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ആളല്ലേ രാജമാമ? അങ്ങനെയുള്ള സത്യമായ പ്രണയം ഉണ്ടായിരുന്നു അല്ലേ? അതിശയമായിരുന്നു രാജമാമയുടെ പ്രണയത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അബിക്ക് തോന്നിയത്. അതൊക്കെയായിരുന്നു പ്രണയം. എവിടെയെങ്കിലും അവൾ ജീവിച്ചിരിപ്പുണ്ടായാൽ മതിയായിരുന്നു. എനിക്ക് തോന്നുന്നു ആ കുഞ്ഞിനെ അവളുടെ അച്ഛൻ ഒഴിവാക്കിയിട്ടുണ്ടാകുമെന്നാണ്. അതിനും കൂടിയാണ് അന്ന് രാജേട്ടൻ്റെ അച്ഛൻ അയാളുടെ കയ്യിൽ പണം നൽകിയത്. പാവം, ഒരുപാട് അനുഭവിച്ചിട്ടാ ഇവിടുന്ന് പോയത്. എന്നിട്ടെന്തായി? 1 വർഷം കഴിയുമ്പോഴേക്കും രാജേട്ടൻ്റെ അച്ഛൻ അങ്ങ് പരലോകത്തേക്ക് പോയി. രാജേട്ടൻ്റെ ജീവിതം ഇങ്ങനെയും ആയി. ഓരോ ഓർമ്മയിൽ ഭാമയുടെ കണ്ണുകൾ കലങ്ങി. ഇറങ്ങിപ്പോകുമ്പോൾ തന്നെ കണ്ണുനീരോടെ നോക്കിയ കൂട്ടുകാരിയെ ഇപ്പോഴും ഭാമ ഓർക്കുന്നു. തൻ്റെ ഉദരത്തെ പൊതിഞ്ഞു പിടിച്ച് പടികൾ ഇറങ്ങിപ്പോയവൾ. അല്ല, മാമയുടെ പ്രണയിനിയുടെ പേരെന്താ? എല്ലാം അറിഞ്ഞിട്ടും അതുമാത്രം അറിയാതെ വന്നതും അഭി പെടുന്നനെ ഭാമയോട് ചോദിച്ചു. ജാനകി. രാജേട്ടൻ്റെ മാത്രം ജാനകി. ഏതോ ഒരു ഓർമ്മയിൽ കളിക്കൂട്ടുകാരുടെ പേര് പറയുമ്പോൾ ഭാമയുടെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു. ജാനകി. ഒരു വേള രാജമാമയുടെ പ്രണയിനിയുടെ പേര് കേട്ടതും അഭി ഒന്ന് ഞെട്ടാതിരുന്നില്ല. ജാനകി എന്ന പേര് പറഞ്ഞപ്പോൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത് അവളുടെ അമ്മയുടെ മുഖമാണ്. എൻ്റെ കളിക്കൂട്ടുകാരിയായിരുന്നു. ജാനകിക്ക് അമ്മയുണ്ടായിരുന്നില്ല. അച്ഛനായിരുന്നു നോക്കിയതും വളർത്തിയതും. നല്ല സ്നേഹത്തിലായിരുന്നു അച്ഛനും മകളും. അതുകൊണ്ട് തന്നെ അച്ഛനെ പോലെ തന്നെ ജാനകിക്കും ഈ തറവാട്ടിൽ നല്ല സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യം എപ്പോഴൊക്കെയോ വഴിതെറ്റി സഞ്ചരിക്കാൻ തുടങ്ങി. രാജേട്ടന് അവളോടുള്ള കരുതൽ പിന്നീട് പ്രണയമാകുകയായിരുന്നു. പക്ഷേ അവരുടെ പ്രണയം സത്യമായിരുന്നു. ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാ രണ്ടുപേരുടെയും ഇഷ്ടം. പാവങ്ങൾ, ഒന്നിക്കാൻ യോഗമില്ലാതെ ആയിപ്പോയി. ജാനകി. ജാനകിയുടെ അച്ഛൻ്റെ പേരെന്താ? വീണ്ടും വീണ്ടും ജാനകിയുടെ പേര് കേൾക്കുമ്പോൾ അഭി തൻ്റെ അമ്മയെ തന്നെയാണ് അവിടെ കാണുന്നത്. എന്തെന്നാൽ പറഞ്ഞതിൽ പലതും അഭി അമ്മച്ചനും അമ്മയും തമ്മിൽ വഴക്കിടുമ്പോൾ കേൾക്കുന്നതാണ്. അമ്മച്ചൻ ഏതോ തറവാട്ടിലെ കാര്യസ്ഥനാണെന്ന് പറഞ്ഞും കേട്ടിട്ടുണ്ട്. ഇനി ഈ പറയുന്ന ജാനകി എൻ്റെ അമ്മയാണോ? സംശയങ്ങൾക്കുപരി അവളിൽ അങ്കലാപ്പ് സൃഷ്ടിച്ചു. ഒരു വേള അവളും ആഗ്രഹിച്ചു പോകുന്നു രാജമാമയുടെ മകളായിരുന്നുവെങ്കിലെന്ന്. അത് മറ്റൊന്നും കൊണ്ടല്ല, രാജമാമയുടെ സ്നേഹം അവൾ കണ്ടതാണ്. അജുവേട്ടനോടുള്ള മാമൻ്റെ കരുതൽ തന്നെ അവൾ കണ്ടു നിന്നിട്ടുണ്ട്. ആ സ്നേഹം തനിക്കും കിട്ടിയിരുന്നെങ്കിൽ എന്നവൾ ആശിച്ചിട്ടുണ്ട്. മോളെ. ജാനകിയുടെ അച്ഛൻ്റെ പേര് ചോദിച്ചിട്ടും മറ്റെന്തോ ചിന്തയിലേക്ക് കടന്നവളെ ഭാമ വിളിച്ചു. ആ. അവളൊരു പിടച്ചിലോടെ ഭാമയെ നോക്കി. എന്താ, സ്വപ്നം കാണുകയാണോ? നേരം ഒരുപാട് വൈകി. വാ, കിടക്കാം. ഭാമ പറഞ്ഞതും അവൾ വീണ്ടും ജാനകിയുടെ അച്ഛൻ്റെ പേര് ചോദിക്കാൻ തുടങ്ങിയതും ഭാമ ബെഡിലേക്ക് വീണ് ചരിഞ്ഞു കിടന്നിരുന്നു. പിന്നെ അബിക്ക് ചോദിക്കാൻ തോന്നിയില്ല. നാളെ ആകട്ടെ എന്ന് അവളും കരുതി. അപ്പോഴും അവളുടെ മനസ്സിൽ തൻ്റെ അമ്മയുടെ മുഖം തന്നെയാണ്. തൻ്റെ ജീവിതവും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളും ഒത്തിണക്കുമ്പോൾ എവിടെയൊക്കെയോ സാമ്യമുള്ളതായി അബിക്ക് തോന്നി. അവളും ബെഡിൽ ചരിഞ്ഞു കിടന്നെങ്കിലും ഉറക്കം അവളെ വന്ന് തഴുകിയതേയില്ല. ഈ രാത്രി എങ്ങനെയെങ്കിലും വെളുപ്പിച്ചാൽ മതിയെന്നായി പെണ്ണിന്. രാവിലെ ഭാമേച്ചിയോട് ചോദിക്കുകയും ചെയ്യാം. കേശവട്ടൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്യണമെന്ന് അവൾ ഉറപ്പിച്ചു. ആ നിദ്രയിലും അവൾ ആഗ്രഹിച്ചു പോകുന്നു രാജമാമ തൻ്റെ അച്ഛനായിരുന്നുവെങ്കിലെന്ന്. ആ, എന്തായി? അന്വേഷിച്ചോ? രാവിലെ ഹർഷന് അബിയെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് വിട്ടവരുടെ കോള് വന്നതും കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോരം വെച്ചുകൊണ്ട് ഹർഷൻ ചോദിച്ചു. ആ, അന്വേഷിച്ചു സാർ. ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പ് എല്ലാം അന്വേഷിച്ചതാണ്. എന്നാലും ചില കാര്യങ്ങളിൽ കംപ്ലീറ്റ് വരുത്തേണ്ടത് കൊണ്ടാണ് ഇത്രയും ലേറ്റായത്. ഹർഷൻ കനത്തിലൊന്ന് മൂളി. ഇന്നലത്തെ തിരക്കിനിടയിൽ അവൻ ആ കാര്യം പോലും വിട്ടിരുന്നു. ഉച്ചയ്ക്ക് മുമ്പ് എല്ലാം അന്വേഷിച്ച് പറയണമെന്ന് പറഞ്ഞു വിട്ടവരല്ലേ സാർ. അഭിനയുടെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ.
സഹായത്തിനെന്ന പോലെ അടുത്തുള്ള മാമ എന്ന ഒരാളും അയാളുടെ ഭാര്യ പാർവതിയുമുണ്ട്. അഭിനയയുടെ അമ്മയ്ക്ക് 8 മാസം മുമ്പ് വലിയൊരു ഓപ്പറേഷൻ നടന്നിരുന്നു. ഏകദേശം 28 ലക്ഷം രൂപയോളം ചെലവുണ്ടായിരുന്നു ആ ഓപ്പറേഷന്. ഒരു 2.5 ലക്ഷം രൂപയോളം നാട്ടുകാർ പിരിവിട്ട് കൊടുത്തിരുന്നു. ബാക്കി കാശ് ഈ അഭിനയ ജോലി ചെയ്യുന്നിടത്ത് നിന്നും ലോൺ എടുത്തു എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അഭിനയ ഫൈനൽ ഇയറിന് പഠിക്കുമ്പോഴാണ് ചെന്നൈയിൽ അവൾക്ക് ജോലി കിട്ടിപ്പോയത്. പിന്നെ അമ്മയെ എല്ലാവരും സാവിത്രി എന്നാണ് സംബോധന ചെയ്യുന്നത്. പക്ഷേ അമ്മയുടെ ഡീറ്റെയിൽസ് സാവിത്രി എന്ന ഒരാളുടെ പേരിന് പുറമെ ജാനകി എന്ന് കാണിക്കുന്നുണ്ട്. അമ്മയുടെ പേരിൽ പൊരുത്തക്കേട് തോന്നിയതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ ജാനകി തന്നെയാണ് സാവിത്രി എന്നാണ്. ഇപ്പോൾ അവൾ നിൽക്കുന്ന കോളനിയിലേക്ക് വന്നപ്പോൾ ജാനകി എന്ന സ്ത്രീ സാവിത്രി എന്ന പേരിലേക്ക് മാറിയതായിരുന്നു. കോളനിയിൽ ആർക്കും ആ സ്ത്രീയുടെ പേര് ജാനകി എന്ന് അറിയില്ല. അപ്പോൾ ഈ അഭിനയയുടെ അച്ഛൻ? നിങ്ങളിപ്പോൾ അന്വേഷിച്ചതൊക്കെ സത്യം തന്നെയാണോ? ഓരോ കാര്യങ്ങളും അഭിയെക്കുറിച്ച് അറിയുമ്പോൾ ഹർഷന്റെ തല താഴ്ന്നു പോകുന്നു. രോഹിത് പറഞ്ഞതും ഇപ്പോൾ ഇവർ പറയുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് ഹർഷൻ ഓർത്തു. ദിവസങ്ങൾ കഴിയുമ്പോൾ അവനും സംശയങ്ങൾ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക സംഘത്തെ അന്വേഷിക്കാൻ അയച്ചതും. സോറി സാർ, ആ കാര്യത്തെക്കുറിച്ച് കോളനിയിലെ ആർക്കും അറിയില്ല. സാവിത്രിയും അവരുടെ അച്ഛനും കോളനിയിലേക്ക് വരുമ്പോൾ സാവിത്രിയുടെ കയ്യിൽ അഭിനയ ഉണ്ടായിരുന്നു എന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത്. മറ്റൊന്നും അവരെക്കുറിച്ച് നാട്ടുകാർക്ക് അറിയില്ല. അവർ മാമയും കുടുംബത്തോടും അല്ലാതെ മറ്റാരോടും കൂടുതൽ ഇടപെട്ടിട്ടില്ല. സാവിത്രി രാവിലെ വീട്ടിൽ ജോലിക്ക് പോയാൽ സന്ധ്യ കഴിയും വീട്ടിലേക്ക് വരാൻ. അതുകൊണ്ട് തന്നെ കൂടുതൽ അവർ ആരോടും ഇടപെടില്ല. എന്നാൽ അഭിനയ എല്ലാവരുമായി സൗമ്യമായി പെരുമാറുന്നത് കൊണ്ട് നാട്ടുകാർക്കെല്ലാം ആ കുട്ടിയോട് ഒരു വാത്സല്യവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ ഓപ്പറേഷൻ വരുമ്പോൾ ആ കുട്ടിയെ എല്ലാവരും 5ഉം 10ഉം കൊടുത്ത് സഹായിച്ചത്. ഓക്കെ, ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ഞാൻ അല്പം തിരക്കിലാണ് പറഞ്ഞുകൊണ്ട് ഹർഷൻ ഫോൺ കട്ടാക്കി സീറ്റിലേക്ക് ചാരിക്കിടന്നു കണ്ണുകൾ ഇറുക്കെ പൂട്ടി. പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ തെറ്റായിരുന്നോ? അമ്മയ്ക്ക് വേണ്ടിയാണോ അഭിനയ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? പിന്നെ എന്തിനാണ് രോഹിത് തന്നോട് കള്ളം പറഞ്ഞു? ഇത്രയും നാളും മോശമായി അവളോട് പെരുമാറിയപ്പോൾ പോലും അവളൊന്നും എതിർത്തു പറഞ്ഞില്ലല്ലോ. ഭയം കൊണ്ടായിരിക്കും. അത്രയും ദ്രോഹമല്ലേ ഞാൻ ആ പെണ്ണിനോട് ചെയ്തത്? സ്വന്തം അമ്മയ്ക്ക് വേണ്ടി ജീവിതം കളഞ്ഞു വെച്ചവൾ. ഓരോന്ന് ഓർക്കുമ്പോൾ ഹർഷന്റെ കണ്ണുകളിൽ നിന്ന് 2 നുള്ളി കണ്ണീർ നിലംപതിച്ചു. ആ, മോൻ ഇവിടെ ഇരിക്കുകയാണോ? ഓപ്പറേഷൻ കഴിഞ്ഞു, സക്സസ് ആയിരുന്നു. ഡോക്ടർ ഇപ്പോൾ വന്നതേയുള്ളൂ. ചെറുപുഞ്ചിരിയോടെ മാധവൻ ഹർഷൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്നു പറഞ്ഞുകൊണ്ട് അവൻ്റെ തൊട്ടരികിലുള്ള സീറ്റിലേക്കിരുന്നു. അതിനൊന്ന് ഹർഷൻ മൂളിയതേയുള്ളൂ. മനസ്സിലെ വലിയൊരു നീറ്റലാ കുറഞ്ഞത്. ആ മോനെ, കേശവേട്ടൻ്റെ കൂടെ അഭിമോളും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞാൽ അവർ വന്നാൽ നമുക്ക് 2 പേർക്കും തറവാട്ടിലൊന്ന് പോയി വരാം. നാളെ കഴിഞ്ഞാലേ രാജനെ റൂമിലേക്ക് മാറ്റൂ. പിന്നെയും അവൻ മൂളിയതേയുള്ളൂ. അവൻ്റെ മനസ്സിൽ ഇപ്പോൾ കുറച്ചു മുമ്പ് അഭിയെക്കുറിച്ച് അറിഞ്ഞ വിവരങ്ങൾ മാത്രമായിരുന്നു. ഒരുപാട് തെറ്റുകൾ ചെയ്തുപോയി ആ പെണ്ണിനോട്. അതിൻ്റെ പശ്ചാത്താപം ഇപ്പോൾ അവന് നല്ലതുപോലെ ഉണ്ട്. എന്താ മോനെ, വല്ലായിക വല്ലതുമുണ്ടോ? കണ്ണുകൾ ഇറുക്കെ പൂട്ടി ചാരി കിടക്കുന്നവനോട് മാധവൻ ചോദിച്ചു. അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നതിന് ശേഷം മാധവൻ ശ്രദ്ധിക്കുന്നതാണ് ഹർഷനെ. താൻ പറയുന്നതൊന്നുമല്ല ഹർഷന്റെ മനസ്സ് മറ്റെവിടേക്കോ ആണെന്ന് മാധവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതലായി പിന്നെ ഒന്നും ചോദിക്കാൻ നിന്നില്ല. 2 ദിവസത്തെ ഉറക്കം അദ്ദേഹത്തിന് നല്ലതുപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് നിന്ന് ബുക്ക് ചെയ്ത റൂമിലേക്ക് നടന്നിരുന്നു.